ആ ലെവൽ നമ്പർ 1-ൽ ഇരിക്കുന്ന ആ പറയുന്ന സ്ലേവറി കോൺസെപ്റ്റിൽ ഇരിക്കുന്ന ആളുകളെ രക്ഷിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. സ്റ്റേജ് നമ്പർ 2 ഒരു ക്ലാരിറ്റി, ലൈഫിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ കഴിയും. ഒരു സെക്കൻഡ് സ്റ്റേജിൽ തേർഡ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. തേർഡ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാൻ കഴിയും? അവരെ നമുക്ക് ഫോർത്ത് സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേജ് നമ്പർ 2, 3 and 4. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ പറയുന്ന വിസ്ഡം കോയിൻസ്, ആ വിസ്ഡം കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ടൈപ്പ് ഓഫ് സ്കിൽ സെറ്റ്സ് ആണ്. വിസ്ഡം കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്കിൽസ് ആണ്. ഹൈ ടിക്കറ്റ് സെയിൽസ് സ്കിൽസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ മണിയിലോട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിലുള്ള ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സന്തോഷം എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് ദെയർ സ്കിൽ സെറ്റ്സ് ആണ്. അത് നമുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ നേടുന്നതായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള സന്തോഷം, ആനന്ദം നേടുന്നതായിട്ടോ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പലപ്പോഴും ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വസ്തുക്കളെ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. സന്തോഷം, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ പണം ഉപയോഗിച്ചുകൊണ്ട് നേടുന്നവയെല്ലാം ഒരിക്കലും അവനിൽ താൽക്കാലിക ആനന്ദം മാത്രമേ നൽകൂ.